ഹായ് അസ്സലാമു അലൈക്കും. രാവിലത്തെ ചടപടാന്നുള്ള തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് വളരെ എളുപ്പത്തിനൊരു കടലക്കറി റെഡിയാക്കി എടുക്കാം. തേങ്ങ പോലും അരയ്ക്കാതെ തന്നെ നല്ല കുറുകിയ ഗ്രേവി ആയിട്ടുള്ള ഒരു കറി റെഡിയാക്കാം. തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത കടല നല്ല രീതിയിൽ കഴുകി ഒരു പിടി ചുമന്നുള്ളി, 2 വലിയ സവാള ഇച്ചിരി കനത്തിന് അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, വെള്ളം ഇതെല്ലാം ചേർത്ത് കടല നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. വെന്ത കടലയിലേക്ക് 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ല രീതി പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളിയും ഒരു മുഴുവനെയുള്ള തക്കാളിയും കുറച്ച് വെന്ത കടലയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് ഈ കറിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും ചുമന്നുള്ളിയും കറിവേപ്പിലയും കടുകും കൂടി താളിച്ചും കൂടി ഒഴിച്ചാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ കടലക്കറി റെഡിയാണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. ഹായ് അസ്സലാമു അലൈക്കും. രാവിലത്തെ ചടപടാന്നുള്ള തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് വളരെ എളുപ്പത്തിനൊരു കടലക്കറി റെഡിയാക്കി എടുക്കാം. തേങ്ങ പോലും അരയ്ക്കാതെ തന്നെ നല്ല കുറുകിയ ഗ്രേവി ആയിട്ടുള്ള ഒരു കറി റെഡിയാക്കാം. തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത കടല നല്ല രീതിയിൽ കഴുകി ഒരു പിടി ചുമന്നുള്ളി, 2 വലിയ സവാള ഇച്ചിരി കനത്തിന് അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, വെള്ളം ഇതെല്ലാം ചേർത്ത് കടല നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. വെന്ത കടലയിലേക്ക് 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ല രീതി പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളിയും ഒരു മുഴുവനെയുള്ള തക്കാളിയും കുറച്ച് വെന്ത കടലയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് ഈ കറിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും ചുമന്നുള്ളിയും കറിവേപ്പിലയും കടുകും കൂടി താളിച്ചും കൂടി ഒഴിച്ചാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ കടലക്കറി റെഡിയാണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.